ഹലോ മാഡം, ഇത് ഒരു യൂട്യൂബ് ചാനലിൽ നിന്നായിരുന്നേ. ആ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിൽ നമ്പറിലേക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കണ്ടതാണ്. സാർ അത് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഇത് അതന്നെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അതെ അതെ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 27 മുതൽ സൗജന്യ കിറ്റ് വിതരണം റേഷൻ കാർഡ് നമ്പർ പ്രകാരം കൃത്യമായി വിതരണം ആരംഭിക്കാനിരിക്കുകയാണ്. സ്വന്തം റേഷൻ കടകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ആളുകൾക്ക് പോർട്ടബിലിറ്റി എന്ന സൗകര്യം ഉപയോഗപ്പെടുത്തുവാനും ഇതിനകം തന്നെ ധാരണയായിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ സർക്കാരുകൾ ഒരുക്കി തരുമ്പോൾ ഒറ്റയിട്ട ചില പ്രദേശങ്ങളിൽ നിന്ന് പരാതികളും അതുപോലെ തന്നെ റേഷൻ കടകളിലെ സേവനവുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റേഷൻ കടകളിലേക്ക് പോകുന്ന സമയം അവിടെ നിന്ന് കൃത്യമായ വിവരങ്ങളും നിങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നൽകാതിരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ കരിഞ്ചന്ത, അമിത വില ഈടാക്കൽ, അതുപോലെ തന്നെ അളവിലും തൂക്കത്തിലും മാറ്റം വരുത്തൽ, നിങ്ങളുടെ വിഹിതം ഇല്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കൽ, സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്ന റേഷൻ കടകൾ, ഇത്തരത്തിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കുള്ള പ്രതിവിധി എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. കരിഞ്ചന്ത, അമിത വില ഈടാക്കൽ, സാധനങ്ങളൊക്കെ മാറ്റിവെക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പരാതികൾക്കും റേഷൻ സംബന്ധമായിരിക്കുന്ന സംശയങ്ങൾക്കും സിവിൽ സപ്ലൈ ഓഫീസറിലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ കൃത്യമായ പരിഹാരം ലഭിക്കുന്നതാണ്. അതിൻ്റെ ഫോൺ നമ്പറാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. 0471 2320 379 0471 232 0379. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ കൃത്യമായ പ്രശ്നപരിഹാരങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. നമസ്കാരം.